ശ്രീ എം ലിജു, അസാധാരണമായ ഒരു സംഭവമായി ചാൻസലർ പദവി ഇനി എനിക്ക് വേണ്ട, താങ്കൾ എടുത്തോളൂ എന്ന് മുഖ്യമന്ത്രിയോട് ഒരു ഗവർണർ പറയുന്നതിനെ കാണാൻ പറ്റുന്നുണ്ടോ? അതോ സാധാരണ ഗവർണർമാരും സംസ്ഥാന സർക്കാരുകളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്ന് മാത്രമേ കരുതുവാൻ കഴിയുകയുള്ളൂ? തീർത്തും അസാധാരണമായ ഒരു സാഹചര്യത്തിലാണ് ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ നിരവധി പേജുകളുള്ള, എനിക്ക് തോന്നുന്നൊരു 3 പേജോളം വരുന്നൊരു കത്താണ് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ അതീവ ഗൗരവതരമാണ്. അദ്ദേഹം പറയുന്നു, സർവകലാശാല വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ പോലും സർക്കാർ അമിതമായ രാഷ്ട്രീയവൽക്കരണം നടക്കുന്നു, നിലവിലുള്ള എല്ലാ നിയമങ്ങളെയും അട്ടിമറിക്കുന്നു, തങ്ങളുടെ താൽപ്പര്യം സംരക്ഷിക്കുന്ന തരത്തിൽ നിയമങ്ങളെ വളച്ചൊടിക്കുന്നു. ഇപ്പോൾ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറെ തങ്ങൾക്ക് താല്പര്യമുള്ള ഒരാളെ നിയമിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാനദണ്ഡമല്ല കാലടി സർവകലാശാലയിലെ സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലറെ തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ യുക്തമായ മറ്റൊന്ന്. കണ്ണൂരിൽ ഉപയോഗപ്പെടുത്തിയത് UGCയുടെ സ്റ്റാറ്റ്യൂട്ടാണെങ്കിൽ കാലടിയിൽ പറയുന്നത് UGC സ്റ്റാറ്റ്യൂട്ടിന് പ്രസക്തിയില്ല, ഞങ്ങൾ യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ടുണ്ട്, അതാണ് ഉപയോഗപ്പെടുത്തേണ്ടത്. അങ്ങനെ പരസ്പര വിരുദ്ധമായ കാര്യം. ഒരു ഗവർണർക്ക് പറയേണ്ടി വരികയാണ്, സർക്കാരുമായിട്ടുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കുന്നതിന് വേണ്ടി എനിക്ക് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യം പോലും നിങ്ങളുടെ നിലപാടുകൾക്കനുസരിച്ച് എനിക്ക് ഒപ്പിട്ട് തരേണ്ടി വരുന്നു എന്ന് പറയും. പക്ഷേ ശ്രീ എം ലിജു, അതും ഒരു മറുചോദ്യമല്ലേ? എന്തിന് ഗവർണർ അങ്ങനെ ഒപ്പിട്ട് കൊടുത്തു? അത് സർക്കാരിന് തുടർന്ന് അങ്ങോട്ട് വൈസ് ചാൻസലർമാരുടെ നിയമനത്തിലും മറ്റ് നിയമനങ്ങളിലും കൈകടത്തുവാനുള്ള ഒരു അവസരമായി മാറില്ലേ? ഇതേ ഗവർണർ തന്നെ, ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ, മുൻ സർക്കാരിൻ്റെ കാലത്തും ഇപ്പോഴത്തെ LDF സർക്കാരിൻ്റെ കാലത്തും, മുൻ സർക്കാർ എന്ന് പറയുന്നത് മുൻപത്തെ LDF സർക്കാരിൻ്റെ കാലത്തും ഇപ്പോഴത്തെ LDF സർക്കാരിൻ്റെ കാലത്തും ചില വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെതായ വ്യത്യസ്ത അഭിപ്രായം ഉള്ള സമയത്ത് അദ്ദേഹം പരസ്യമായി പ്രതികരിച്ചിട്ടുള്ളതാണ്. ഉദാഹരണത്തിന് പൗരത്വ ഭേദഗതി നിയമം അത് വലിയ വിവാദമായി മാറിയ സമയത്ത് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടായിരുന്നില്ല ഗവർണർക്കുണ്ടായിരുന്നത്. അത് അദ്ദേഹം പരസ്യമായി പറയുകയും സംസ്ഥാന സർക്കാർ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച സമയത്ത് എന്നോടത് ആലോചിച്ചില്ല എന്ന് പറഞ്ഞ് പരസ്യമായി രംഗത്ത് വരികയും ചെയ്തയാളാണ്. റബ്ബർ സ്റ്റാമ്പ് അല്ല താൻ എന്ന് അദ്ദേഹം പരസ്യമായി പറയുകയും ചെയ്തതാണ്. അപ്പോൾ പരസ്യമായി തന്നെ അദ്ദേഹം പ്രതികരിക്കാറുള്ളതാണ്. അങ്ങനെയാവുമ്പോൾ ഈ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിന് നിയമവിരുദ്ധമായി എന്തിന് ഒപ്പിട്ട് കൊടുത്തു കേരള ഗവർണർ? അത് അദ്ദേഹം തന്നെ ഇപ്പോൾ പറയുകയാണ്, അത് ഓരോ ദിവസവും എന്നെ അസ്വസ്ഥനാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. തീർച്ചയായിട്ടും അതിന് കൂടുതൽ വ്യക്തമായ വിശദീകരണം നൽകേണ്ടത് ഗവർണർ തന്നെയാണ്. അദ്ദേഹം അത് പറയുന്നുണ്ടല്ലോ. പക്ഷേ അദ്ദേഹം അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, തെറ്റാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് എനിക്ക് ഒപ്പിട്ട് കൊടുക്കേണ്ടി വന്നത് എന്ന കാര്യം വളരെ ഗൗരവതരമാണ്. അതുമാത്രമല്ല, ഒരു തെറ്റായൊരു കാര്യത്തെ നടത്തിയെടുക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ അദ്ദേഹത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തി, അല്ലെങ്കിൽ നിയമോപദേശം എന്ന പേരിൽ അഡ്വക്കേറ്റ് ജനറൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, അഡ്വക്കേറ്റ് ജനറലിൻ്റെ നിയമോപദേശം എന്ന് പറഞ്ഞ് കാണിച്ച പേപ്പറിൽ അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഒപ്പോ സീല ഉണ്ടായിരുന്നില്ല. രണ്ടാമത് വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരൊപ്പം സീല വിട്ട് കൊണ്ടുപോകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തെറ്റാണ് എന്ന് തോന്നിയ കാര്യം എന്തിനൊപ്പിട്ട് കൊടുത്തു എന്ന കാര്യം ആദരണീയനായ ഗവർണർ തന്നെയാണ് വിശദീകരിക്കേണ്ടത്. അത് ചെയ്തത് ശരിയായില്ല. പക്ഷേ മഞ്ജുഷ, ഇവിടെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് ആ കത്തിലെ കാര്യങ്ങൾ ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഗവർണർ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ മാത്രമല്ല, അതിന് പുറത്തും നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ടെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഗവർണർ പറഞ്ഞൊരു കാര്യം, ജുഡീഷ്യൽ അധികാരമുള്ള യൂണിവേഴ്സിറ്റിയുടെ അപ്പലറ്റ് ബോഡികളെ തീരുമാനിക്കുന്ന കാര്യവും ഗവർണറുടെ അധികാരത്തിൽ നിന്നും കുറഞ്ഞു, കോടതികളുമായിട്ട് പോലും ചർച്ച ചെയ്യേണ്ട എന്ന തരത്തിൽ നിയമ ഭേദഗതിയുമായി സർക്കാർ വരുന്നു എന്ന് പറഞ്ഞാൽ, സർവകലാശാലയെ കേവലം ഒരു സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റാക്കി മാറ്റുന്ന തരത്തിൽ, സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റ് എന്നതിനപ്പുറത്ത് CPMൻ്റെ കോളേജ് അധ്യാപക സംഘടനയുടെയും ഒരു പാർട്ടിയുടെ നിയന്ത്രണത്തിലൊരു സംവിധാനമായി മാറ്റുന്ന കാര്യങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ചർച്ചക്കിടയിൽ നമുക്ക് നിരവധി കാര്യങ്ങൾ ഈ ഒരു ചർച്ചയിൽ സംസാരിക്കുമ്പോൾ കാര്യം പറയാൻ സാധിക്കും. രാഷ്ട്രീയം കടന്നു വരുന്നു, അത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തകർക്കുന്നു എന്ന് ഗവർണർ പറയുമ്പോൾ എല്ലാ കാലത്തും ഇപ്പോൾ വിമർശനം ഉന്നയിക്കുന്ന നിങ്ങൾക്ക് പോലും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ കഴിയുമോ? ഏത് കാലത്താണ് സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ രാഷ്ട്രീയം ഉണ്ടാകാതിരുന്നത്? ഇപ്പോൾ വൈസ് ചാൻസലർമാരെ നിയമിക്കുമ്പോൾ തന്നെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം അവർക്കുണ്ടായിരിക്കും. അതെല്ലാ കാലത്തും അങ്ങനെ തന്നെയാണല്ലോ. വളരെ അപൂർവം സമയത്ത് മാത്രമാണ് അതല്ലാതെ ഒരു വൈസ് ചാൻസലർ ഏതെങ്കിലും സർവകലാശാലകളിൽ ആ പദവിയിൽ എത്തിയിട്ടുള്ളത്.
അതുകൊണ്ട് ഇത് കാലാകാലങ്ങളായി തുടർന്നു വരുന്ന ഒന്നാണെന്ന് തന്നെ പറയേണ്ടി വരുമല്ലോ. ഇപ്പോൾ LDF സർക്കാരിന് നേരെ ഗവർണർ ഇങ്ങനെയൊരു വിമർശനം ഉന്നയിക്കുന്നത് അത് നിങ്ങളെയും കൊള്ളിക്കുന്ന ഒരു കാര്യമാണല്ലോ. അത് മാത്രമല്ല, ഇതേ ഗവർണർക്കെതിരെ നിങ്ങൾ നിയമസഭയിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്. ഈ പൗരത്വ ഭേദഗതി നിയമസമയത്ത് അദ്ദേഹം അതിനെ അനുകൂലിച്ചപ്പോൾ ഈ ഗവർണറെ തിരിച്ചു വിളിക്കണം എന്നാവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ പാസ്സാക്കണമെന്ന് ആവശ്യപ്പെട്ടത് UDF ആണ്. അല്ല, ഗവർണർ എന്ന പദവി അതൊരു എന്താ പറയുന്നത്, ഒരു ഹോളി കൗ, ഒരു വിശുദ്ധ പശുവാണ്, വിമർശനത്തിന് അതീതമാണ് എന്ന അഭിപ്രായമൊന്നും UDFിനില്ല. ഗവർണറുടെ ഭാഗത്തു നിന്നും തെറ്റുകളുണ്ടായാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പദവിക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങളുണ്ടായാൽ തീർച്ചയായിട്ടും എതിർക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് പൗരത്വ നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അദ്ദേഹം നടത്തിയൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ്. ഒരു BJP നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയപ്പോൾ നമ്മളതിനെ എതിർക്കേണ്ടി വരും. പക്ഷേ അദ്ദേഹം പറയുന്ന കാര്യങ്ങളെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലല്ലേ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. ഞാൻ മഞ്ജുഷ് പറഞ്ഞ ഒരു കാര്യം ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. കേരളത്തിലെ വിവിധ ഗവൺമെൻറ്റുകൾ ഭരിച്ചിരുന്ന സമയത്ത് രാഷ്ട്രീയ ആഭിമുഖ്യമുള്ള വ്യക്തികൾ വൈസ് ചാൻസലർമാരായി വന്നിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഇപ്പോഴത്തെയും അല്ലെങ്കിൽ കഴിഞ്ഞ LDF സർക്കാരും ഭരിച്ചിരുന്നതുപോലെ സമ്പൂർണ്ണ രാഷ്ട്രീയവൽക്കരണം, അത് അക്കാഡമിക് കൗൺസിലിലെ നോമിനേഷൻ ആണെങ്കിലും CITU നേതാക്കന്മാർ വരുന്നൊരു സാഹചര്യം, അതോടൊപ്പം സിൻഡിക്കേറ്റ് അംഗങ്ങൾ വരുന്നതും അങ്ങനെ തന്നെ, അതോടൊപ്പം തന്നെ സബ് കമ്മിറ്റികൾ വരുന്നത് അങ്ങനെ സമ്പൂർണ്ണമായ ഒരു രാഷ്ട്രീയവൽക്കരണം നടന്നൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. നേരത്തെ കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലറുടെ നിയമനം നടത്തുന്നതിന് വേണ്ടി ഒരു സെർച്ച് കമ്മിറ്റി പോലും ഇല്ലാതെ തുടർച്ചയാണ് UGCയുടെ സംസ്ഥാനത്ത് നിലവിലിരിക്കുന്ന എല്ലാ നിയമങ്ങളും മാറ്റിവെച്ച് ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കുകയാണ്. കൂടാതെ മഞ്ജുഷി, ഈ ഒരു ചർച്ചയിൽ ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ നിരവധി കോളേജ് അധ്യാപകർ എന്നെ ഇന്ന് വിളിക്കുകയുണ്ടായി. അവർ പറഞ്ഞത് നമ്മുടെ ഈ എയ്ഡഡ് കോളേജുകളിലൊക്കെ അധ്യാപകരെ നിയമിച്ചു എന്ന് കരുതുക. സ്വാഭാവികമായിട്ടും മാനേജ്മെൻ്റ് ആണല്ലോ നിയമിക്കുന്നത്. ഈ മാനേജ്മെൻറ്റുകൾ നിയമിച്ചു കഴിഞ്ഞാൽ 24-30 മാസമായിട്ട് പോലും ഈ അധ്യാപകർക്ക് അപ്രൂവൽ കിട്ടാത്ത സാഹചര്യമുണ്ട്. കാരണം എന്താ? ഇവരെ ചേരുമ്പോൾ തന്നെ ഈ AKPCT എന്ന് പറയുന്ന കോളേജ് അധ്യാപക സംഘടന, ഇടതുപക്ഷ അധ്യാപക സംഘടന വന്ന് സമീപിക്കും. ഞങ്ങൾ സംഘടനയിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉടൻ തന്നെ അപ്രൂവൽ കിട്ടും. ഇല്ലെങ്കിൽ 24-30 മാസങ്ങൾ കഴിഞ്ഞാൽ ഈ സർവകലാശാലയിലെ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ച് കൊറിയിട്ടും നീട്ടിക്കൊണ്ടുപോകും. അതെല്ലാം കഴിഞ്ഞ് എങ്ങനെയും സിൻഡിക്കേറ്റിലെത്തിയാൽ, കാരണം സിൻഡിക്കേറ്റ് സബ് കമ്മിറ്റിയുടെ അപ്രൂവൽ വേണം. അപ്രൂവൽ എത്തിക്കഴിഞ്ഞാൽ അത് മാറ്റിവെക്കും. എന്നിട്ട് താഴേക്ക് സമ്മർദ്ദമാണ്. ഇത് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇടതുപക്ഷ അധ്യാപക സംഘടന ചേരാമോ? ചേരാമെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ നടക്കില്ല. ഇത് നീട്ടിക്കൊണ്ടു പോകും. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, 10-40-25 മാസം ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന അധ്യാപകർ എന്ത് ചെയ്യേണ്ടി അവസാനം എന്തുമായിക്കൊള്ളട്ടെ ഇതിൽ ചേർന്നേക്കാം എന്ന് കരുതും. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇത് പീഡനം അനുഭവിക്കുന്ന നിരവധി അധ്യാപകരുടെ ഞങ്ങൾ ഇത്രമാത്രം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. MG സർവകലാശാലയിലേക്ക് തന്നെ നിരവധി വിഷയങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായി. ഇത്തരത്തിലാണ് കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ അക്കാഡമിക് വിഷയങ്ങളിൽ ഇപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ ഒരു വിഷയം അത് ഇതാണ് പറയുന്നത്. അതായത് കേരളത്തിൽ ഈ കോവിഡ് കാലഘട്ടത്തിലെ വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദത്തെക്കുറിച്ചൊരു ഗവേഷണം തിരുവനന്തപുരത്തെ ഗവൺമെൻറ് വിമൻസ് കോളേജ് കേന്ദ്രീകരിച്ചൊരു ഗവേഷണം നടന്നു. അവിടുത്തെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റാണ് ഗവേഷണം നടത്തിയത്. ഗവേഷണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇടത് അധ്യാപക സംഘടനയുമായി ബന്ധപ്പെട്ട ആളുകളാണ്. ഇത്തരം ഒരു മാനവിക വിഷയങ്ങൾ, മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഗവേഷണം നടത്തുന്നതിന് മുമ്പ് എത്തിക്കൽ കമ്മിറ്റിയുടെ അപ്രൂവൽ വാങ്ങണം. ഇവിടെ ഒരു എത്തിക്കൽ കമ്മിറ്റിയുടെ അപ്രൂവൽ ഇല്ല. ഗവേഷണം നടത്തി, ഗവേഷണ ഫലം പത്രത്തിൽ വരിക, ഒരു ജേർണലിലും ഇല്ലാതെ പത്രത്തിൽ വരികയാണ്. കേരളത്തിലെ കോളേജ് വിദ്യാർത്ഥികളുടെ 60% ഗുരുതരമായ മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നു. 20% പേർ ആത്മഹത്യാശ്രമം നടത്തി. ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. അപ്പോൾ അതുണ്ടാക്കുന്ന സാമൂഹിക പ്രത്യാഘാതം എന്ത്, അല്ലെങ്കിൽ അത് രക്ഷകർത്താക്കൾക്കുണ്ടാകുന്ന മാനസിക പ്രശ്നമെന്ത്, ഇതൊന്നും ഗവേഷണം ഫലം പ്രസിദ്ധീകരിക്കുന്നവരുടെ മുമ്പിലില്ല. അവരുദ്ദേശിച്ച ഒരു വാർത്തയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് അവിടെ പോലും ബൈപ്പാസ് ചെയ്യപ്പോഴാണ് നിയമങ്ങളെല്ലാം